ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് മന്തിയാണ്. ദെൻ അതിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കാം. മസാലകളൊക്കെ ആഡ് ചെയ്യാം. കുരുമുളകും അതേപോലെ തന്നെ ചെറിയ ജീരകവും പൊടിച്ചെടുത്ത പൊടി ചേർക്കാം. ഇനി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പപ്പടക്കോലേറ്റൊന്ന് ഹോളിട്ട് കൊടുക്കണം. ഒരു മാഗി ക്യൂബിൻ്റെ പാക്കിൽ 2 സ്റ്റോക്കാണ് ഉണ്ടാവുക. അങ്ങനത്തെ നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ക്യാപ്സിക്കം ആൻഡ് മല്ലിയില, പുതിനയില ഇത് 3 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഉള്ളവർ അത് ആഡ് ചെയ്ത് കൊടുത്തോളണ്ടി, അതാണ് നല്ലത്. സാൾട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി മാഗി ക്യൂബിൽ സോൾട്ട് ഉണ്ട്. ദെൻ അതുകൊണ്ട് വേണ്ട. ഇനി വളരെ കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി റൈസ് എടുക്കാം. റൈസ് ദെൻ നമ്മൾ ഈ ഗുൽബഹാർ ഈ ഒരു റൈസാണ്, ബസുമതി റൈസാണ് എടുക്കുന്നത്. നമ്മൾ നെസ്റ്റോയിൽ ഓഫറിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അതായത് 13 ദിർഹം എങ്ങാണ്ട് ആയിരുന്നു. പക്ഷെ നമ്മൾ മറ്റേ ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസിൻ്റെ അത്രക്ക് പോരത്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം സോക്ക് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഗ്ലാസ്സിലൊരു 2.5 എടുക്കുന്നുണ്ട്. നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 1 hour സോക്ക് ചെയ്യാൻ വെച്ചിട്ടാണ്. ഇനി ഞാൻ മയണൈസാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഗാർലിക് ഇട്ട് കൊടുത്തു. ദെൻ പിന്നെ കുറച്ച് സാൾട്ടും കുറച്ച് പഞ്ചസാരയും പിന്നെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കുക. വൈറ്റ് മാത്രം എടുക്കൽ ശരിക്കും നല്ല ടാസ്ക് പരിപാടിയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിക്കാം. ദെൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൺസിസ്റ്റൻസി കൂട്ടിയിട്ട് അടിച്ചെടുക്കാം. നമ്മളെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻ്റ് ആണ്, കണ്ടില്ലേ? ഇനി നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകണം. അപ്പം അതിന് ഞാൻ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ദെൻ ഉപ്പും മല്ലിയില, ദെൻ തക്കാളി, ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് റെഡിയാക്കി എടുക്കാം. ഞാൻ ബിരിയാണിയും അതേപോലെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഫസ്റ്റ് സൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് റെഡിയാക്കുക. ടൊമാറ്റോ കച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ദെൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാണ്ടിട്ട ടേസ്റ്റ് ഉണ്ട്. ഒരു പാട്ട് പാടൂട്ടാ. ഇന്ന് നമ്മൾ ജ്യൂസിന് പകരം ലെമൺ അതിൻ്റെ റോഹിൽ ലഫ്സ് മിക്സഡ് ആയിട്ടുള്ള വെള്ളമാണ് ഉണ്ടാക്കണേ. ഇതിലേക്ക് നമ്മൾ റോഹിൽ ലഫ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാണ്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. നമ്മളെ വാട്ടറും റെഡിയായി. ഈ ജാറിലാണ് നമ്മൾ ജ്യൂസ് കൊടുക്കല്, അല്ലെങ്കിൽ അവർ കുടിക്കൂലേ. അപ്പം ഇതാവുമ്പോൾ പിന്നെ നമ്മൾ ഷോട്ട് കൊടുത്താൽ കുടിക്കും. എന്നെപ്പോലെ ആരെങ്കിലും നമ്മൾ യൂസ് ചെയ്ത നാരങ്ങ അങ്ങനെ കുപ്പിയിൽ സ്റ്റോർ ചെയ്യണവരുണ്ടോ? ലാസ്റ്റ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. യെസ്, നോമ്പ് തുറന്നിട്ട് കുടിക്കും. രസമുണ്ടോ? ടേസ്റ്റി. അത് റോഹിൽ ലഫ്സ വിത്ത് ലെമൺ. ഈ ലെമണ് മന്തി റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ദെൻ അതിന് ഞാൻ വെള്ളം വെച്ചുകൊണ്ട് ഇനി ഇത് തിളച്ചതിന് ശേഷം പിന്നെ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ഇട്ടെടുക്കാം. ഇനി സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ദെൻ ഇനി സാൾട്ട് ആഡ് ചെയ്തെടുക്കാം. പാകത്തിനുള്ള സാൾട്ട് ആഡ് ചെയ്തെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി, അതായത് വെന്ത് വരുന്ന ടൈമിൽ. ദെൻ ഇനി റൈസ് ഇട്ട് കൊടുക്കാം.
ദെൻ നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ദെൻ വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. റൈസ് കുക്കായി വന്നിട്ടത് ഇനി ഊറ്റിയെടുക്കാം. ഞാനിനി ഇതിലേക്ക് മാറ്റാണ്, കനലിടാനൊക്കെ സുഖത്തിന് വേണ്ടിയിട്ട്. പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചാർക്കോളൊന്ന് കത്തിച്ചെടുക്കാം. മുളക് കുത്തി കൊടുക്കണ്ടേ. Anyway, thank you for watching. Bye. See you. Then like ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.